ആലപ്പുഴ കളർകോട് അപകടത്തിൽ വാഹനോടമ ഷാമിൽ ഖാനെതിരെ നടപടിക്ക് സാധ്യത. ഷാമിൽ ഖാന് റെൻക്യാബ് ലൈസൻസ് ഇല്ലെന്നും വാഹനത്തിന്റെ RC ബുക്ക് റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അനധികൃതമായി വാഹനം റെന്റിന് നൽകിയതിന് വാഹന ഉടമയ്ക്കെതിരെ വേറെയും പരാതികളുണ്ടെന്ന് ആലപ്പുഴ RTO ദിലു MK വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെൻ്റ് ക്യാബിൻ്റെ ലൈസൻസ് വേണം. ഇവിടെ ആർക്കും റെൻ്റ് ക്യാബിൻ്റെ ലൈസൻസ് നമ്മുടെ ജില്ലയിലില്ല. എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉണ്ട്. 50ഓളം വാഹനങ്ങൾ വേണം അത്തരത്തിലുള്ള റെൻ്റ് ക്യാബിൻ്റെ ഓതറൈസ്ഡ്. ഇദ്ദേഹം അന്ന് അങ്ങനെ ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് നിരവധിയായി കിട്ടിയിട്ടുണ്ട്. പരാതികൾ നമ്മുടെ കയ്യിലുണ്ട്. KTDO നമുക്ക് പരാതി തന്നിട്ടുണ്ട്. KTDO അടുത്ത ദിവസം എൻ്റെ ഓഫീസ് ധർണയ്ക്ക് വരുമെന്ന് പറഞ്ഞ് അവർ പരാതി നമുക്ക് തന്നിട്ടുണ്ട്. തെളിവുകൾ അദ്ദേഹത്തിന് തികച്ചും എതിരാണ്. അദ്ദേഹം അത് അങ്ങനെ ചെയ്തു തന്നെ. അതിൻ്റെ നിയമ നടപടി സെക്ഷൻ 53 അനുസരിച്ചുള്ളത് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. വാഹന ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ SP MP മോഹനചന്ദ്രനും പറഞ്ഞു. അവിടുത്തെ ഒരു ലോക്കൽ ഒരു വിറ്റ്നസിൻ്റെ മൊഴിപ്രകാരമാണല്ലോ അന്ന് രാത്രിയിലെ FIR. നിങ്ങളെ ശ്രദ്ധിച്ച് കാണും. അന്ന് തന്നെ ഒരു ടൈം ഡിലേ ഇല്ല. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന KSRTCയുടെ പ്രശ്നം കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഡ്രൈവറായത്. അതിനുശേഷം പിന്നെ ഈ CCTV ഫുട്ടേജും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിയുടെ അടുത്താണ് ഒഫൻസ് മനസ്സിലായത്. അതുകൊണ്ടാണ് മാറ്റിയത്. എന്നാൽ വിദ്യാർത്ഥികൾ മുൻപ് തന്നോട് വാങ്ങിയ 1000 രൂപയാണ് തിരികെ തന്നത് എന്നും കാറിന്റെ വാടക ഇനത്തിലല്ലെന്നുമാണ് വാഹന ഉടമ ഷാമിൽ ഖാന്റെ വാദം. പിന്നെ എല്ലാവരും ഞാനങ്ങനെ ബോധിപ്പിക്കാനാണ്. പിന്നെ ഞാൻ 1000 രൂപ പായസം മേടിച്ചിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരനെ കണക്ക് വന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരിക്കാൻ 1000 രൂപ അയക്കാം, നമുക്ക് ഫുഡ് കഴിക്കാനും പുറത്തോട്ട് പോകാനും വേറെ ക്യാഷ് ആയിട്ടില്ല, അക്കൗണ്ടിലാണ് കിടക്കുന്നത്, ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് മൊബൈൽ ഓഫായി പോകുമെന്ന് പറഞ്ഞു. പോലീസ് ചോദിച്ചാൽ റെൻറ്റ് കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ റെൻറ്റ് മേടിച്ചിട്ടില്ല. അല്ലാതെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെന്ന് ആരും നിങ്ങളാണ് ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഗൂഗിൾ പേ ചെയ്യണം. ഈ വന്ന RTO പോലും ചോദിച്ചിട്ടില്ല. ആര് പറഞ്ഞു ഈ അടുത്ത് ഞാൻ റെൻറ്റ് കൊടുക്കുന്നത്? അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുമായിരുന്നു. ഇപ്പോഴല്ല. ആ പേര് ഇപ്പോഴും എനിക്കുണ്ട്. റെൻറ്റ് കൊടുത്തെന്നുള്ള പേര് എനിക്ക് വണ്ടി കച്ചവടം. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് റെൻറ്റ് കൊടുത്തെന്നും പറഞ്ഞ് ഇപ്പോഴും റെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. അത് ഈ ലൈസൻസിൻ്റെ ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് വണ്ടി കൊടുത്തു വിട്ടത്. ഈ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് ഇവർ മരിക്കുന്നതെന്നോ ആക്സിഡൻറ്റ് എങ്ങനെയാണെന്നോ ഞാൻ അറിയുന്നില്ല. 10 മണിയായപ്പോൾ അവൻ്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് എടാ അവൻ്റെ ലൈസൻസ് ഞാൻ കണ്ടു, പക്ഷേ എൻ്റെ തെളിവായിട്ടൊന്നുമില്ല, നീ ലൈസൻസ് ഉള്ള ഒരാൾക്കാണ് വണ്ടി കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവ് വേണ്ടേ? ലൈസൻസിൻ്റെ ഫോട്ടോ ഒരെണ്ണം ഇട്ട് തരാൻ പറഞ്ഞു. മേടിച്ചു. അത് തെറ്റാണ് ഞാൻ ചെയ്തത്. മനീഷ് മാത്യുവിന്റെ വിവരങ്ങളുമായി. മനീഷ്, തുടക്കം മുതൽ തന്നെ ഈ ഒരു നിലപാടിലായിരുന്നു വാഹന ഉടമ. ഇതിൽ ഈ അപകടമുണ്ടായതിൽ ഒരു കുട്ടിയെ തനിക്ക് പരിചയമുണ്ട്, ആ പരിചയത്തിന്റെ മേൽ താൻ വാഹനം നൽകിയതാണ്, റെന്റിന് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടുമൊക്കെ ഇയാൾ പറഞ്ഞതും. ഇപ്പോഴും ആ ഒരു വാദം ആവർത്തിക്കുകയാണ് ഈ വാഹന ഉടമ. പോലീസ് നീക്കം എങ്ങനെയാണ്? ലക്ഷ്മി പത്മ, ഇതിപ്പോൾ വാഹന ഉടമയും അതുപോലെ തന്നെ പോലീസും RTOയും തമ്മിലുള്ളൊരു വാഗ്വാദത്തിലേക്ക് പോകുന്ന പോലെയാണ് ആ കാര്യങ്ങളുടെ കിടപ്പ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അയാൾ പറഞ്ഞത് ഈ വാഹനം വാടകയ്ക്ക് നൽകിയതല്ല. മുഹമ്മദ് ജബ്ബാർ എന്ന് പറയുന്ന മരണപ്പെട്ട കണ്ണൂരുകാരനായിട്ടുള്ള മുഹമ്മദ് ജബ്ബാറിൻ്റെ പിതാവിനെ തനിക്കറിയാം, ആ പരിചയത്തിന് പുറത്താണ് വാഹനം നൽകിയതെന്നുള്ളതാണ്. പക്ഷേ പോലീസിൻ്റെ കണ്ടെത്തൽ അങ്ങനെയല്ല. അയാൾ ഇതിനു മുമ്പും വാഹനങ്ങൾ റെന്റിന് നൽകുന്ന ആളാണ്. അതുമായി സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ ടാക്സി ഡ്രൈവർമാർ നിരവധി തവണ RTOയ്ക്ക് അടക്കം പരാതി നൽകിയതിൻ്റെ രേഖകളുമൊക്കെ തന്നെ RTOയുടെ പക്കലുണ്ട്. അതിനോടൊപ്പം പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞത് ഈ നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വാഹനം ഓടിച്ച ഗൗരിശങ്കർ, ഈ ഗൗരിശങ്കർ പോലീസിന് നൽകിയ മൊഴിക്കകത്ത് പറഞ്ഞത് തങ്ങൾ ഈ വാഹനം റെന്റിനെടുത്തതാണ്. ആ റെന്റിൻ്റെ തുകയായി 1000 രൂപ ഈ പറയുന്ന ഷമീൽ ഖാന് UPI വഴി അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ 2 കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടാണ് അല്പസമയം മുമ്പ് ഷമീൽ ഖാൻ്റെ പ്രതികരണം തേടിയത്. അപ്പോൾ ഷമീൽ ഖാൻ പറഞ്ഞത് ഇത് അത്തരത്തിൽ വാങ്ങിയൊരു തുകയല്ല, മറിച്ച് ഈ കുട്ടികൾക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നതിന് പണം വേണമായിരുന്നു, കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, അക്കൗണ്ടിൽ മാത്രമാണ് പണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിലുണ്ടായിരുന്ന ഈ പറയുന്ന ഗൗരിശങ്കറിൻ്റെ മൊബൈൽ ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആയി പോകും. അതിന് മുമ്പ് ഈ പണം വേണം, ഞങ്ങൾ നിങ്ങൾക്ക് ഈ പണം അയച്ചു തരാം, അപ്പം നേരത്തുള്ള പരിചയം കൊണ്ട് ഈ പണം ക്യാഷായി കൈ തന്നാൽ മതി എന്ന് പറഞ്ഞതിന് പ്രകാരം 1000 രൂപ അവർക്ക് നൽകുകയും ആ തുക ഈ പിന്നീട് ഗൗരിശങ്കർ തനിക്ക് അയച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ് ഷാമിൽ ഖാൻ്റെ മൊഴി. അതോടൊപ്പം തന്നെ ഈ ലൈസൻസ് ഷാമിൽ ഖാൻ വാങ്ങിയത്, മുഹമ്മദ് ജബ്ബാറിൻ്റെ ലൈസൻസ് വാങ്ങിയത് ഇവരുടെ അപകടത്തിന് ശേഷമാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതുമായി സംബന്ധിച്ച് ഷമീൽ ഖാൻ പറഞ്ഞത് ഈ അപകടം ഉണ്ടാകുമെന്ന് താൻ അറിയുന്നു, പക്ഷേ ആ വിവരങ്ങൾ താൻ അറിയുന്നില്ല. പക്ഷേ അപ്പോഴും ഈ വാഹനം കൊടുത്തതിന് തൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവ് വേണമല്ലോ, ആ തെളിവിനുള്ള രീതിക്കാണ്, ലൈസൻസ് ഉള്ള ആൾക്കാണ് വാഹനം കൊടുത്തത് എന്നുള്ള തെളിവ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുഹമ്മദ് ജബ്ബാറിൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ഈ വാഹനത്തിൻ്റെ ലൈസൻസ് വാങ്ങിയത് എന്നുള്ളതാണ് ഷാമിൽ ഖാൻ പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ വാഹനം
റെന്റിന് കൊടുത്തതല്ല എന്നുള്ള കാര്യത്തിൽ പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഇത് അയാൾ വാഹനം റെന്റിന് കൊടുത്തത് തന്നെയാണെന്നുള്ള കാര്യത്തിലാണ് പോലീസിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതുതന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും ശരിവെക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗം